ഇപ്പോൾ പണി പൂർത്തിയായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ നിന്നൊരു വീട് എന്ന കണക്കിൽ 8 വീടുകളുടെ താക്കോൽദാനം ഈ മെയ് അവസാനം നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വലിയ ഒരു അംഗീകാര നേട്ടത്തിൻ്റെ നിറവിലാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ജില്ലയിലെ പദ്ധതി നിർവഹണത്തിന് ജില്ലയിൽ ഒന്നാമതായി ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഒരുപാട് ഭവനരഹിതർക്ക് ആശ്വാസമായിക്കൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നിർവഹണത്തിലൂടെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനെ ജില്ലയിൽ തന്നെ ഒന്നാമതായി മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിക്കൊണ്ട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ചേരുകയാണ്. എന്തായാലും വലിയ ഒരു അംഗീകാരത്തിന്റെ നിറവിലാണല്ലോ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നിർവഹണത്തിന് ജില്ലയിലെ തന്നെ മികച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇത്തരം പ്രവർത്തനങ്ങൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച വലിയൊരു അംഗീകാരം തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ 2024-25 സാമ്പത്തിക വർഷത്തെ നമ്മുടെ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് ഭവന നിർമ്മാണത്തിന് വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഈ PMAY പദ്ധതി പ്രകാരം നമുക്ക് 690 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ 2024-25 വർഷത്തിൽ കഴിഞ്ഞു. അതിൽ 487 ജനറൽ വിഭാഗവും 203 പട്ടിക വിഭാഗത്തിലും ആകെ 690 എന്നുള്ളതാണ് കണക്ക്. ഇതിൽ മൊത്തത്തിൽ നമുക്ക് 5,84,00,000 രൂപ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞു. കേന്ദ്ര വിഹിതം 2,76,00,000 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതമായിട്ട് 2 കോടി കഴിച്ച് ബാക്കിയുള്ള തുക ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റ് ഗ്രാമപഞ്ചായത്തുകളുടെയും എന്നുള്ള കണക്കിലാണ് ഈ 5.84 കോടി രൂപയുടെ കണക്ക് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ പരമാവധി ശക്തി സമാഹരിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിൻ്റെയും വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ, ഗ്രാമപഞ്ചായത്തുകളുടെയും പ്ലസ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 2 കോടിയും ഒക്കെ വളരെ നല്ല രീതിയിൽ സമയബന്ധിതമായി സമാഹരിച്ചുകൊണ്ടാണ് ഈ 690 എന്നുള്ള ഒരു കണക്കിലേക്ക് നമുക്ക് ഇത് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. സ്വാഭാവികമായും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. കാരണം ഞങ്ങൾ ഫോക്കസ് ചെയ്ത ഒരു ഏരിയയിൽ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിനിപ്പോൾ ഒരു വലിയ അംഗീകാരമായി നിങ്ങൾ പറഞ്ഞതുപോലെ ഒക്കെയുള്ളൊരു സംഗതിയിലേക്ക് പോവുകയാണെങ്കിൽ വലിയ സന്തോഷമാണ്. ഭരണസമിതിയുടെ ഒരു അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എവിടെയാണോ ഞങ്ങൾ കേന്ദ്രീകരിച്ചതെങ്കിൽ ആ കേന്ദ്രീകരിച്ച സ്ഥലത്ത് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു അപ്രീസിയേഷൻ്റെ ഒരു ലെവലിലേക്ക് എത്താൻ നിമിത്തമായ വർക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരായ വളരെ ദുർബലരായ ആളുകൾക്കുള്ള ഭവന പദ്ധതിയിലാണ് ഈ ഒരു അംഗീകാരവും നേട്ടവും കൊയ്യാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇരട്ടി മധുരമാണ്. ഒന്ന്, നമ്മൾ ചെയ്ത ഒരു വർക്കിനുള്ള ഒരു സത്ഫലം ഒരു ഭാഗത്ത് കിട്ടി എന്നുള്ളതും, രണ്ടാമത്തേത് വളരെ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള സാധാരണക്കാരായ ആളുകളുടെ ഒരു ഭവന കാര്യങ്ങളിൽ അവരുടെ ഒരു സ്വപ്നം നിറവേറ്റി കൊടുക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഏകീകരിച്ചു കൊണ്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതും വലിയ സന്തോഷമാണ് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൂചകമായി എല്ലാ പഞ്ചായത്തുകളിലും PMAY പദ്ധതി പ്രകാരം കുറേ വീടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ വീട് മെയ് അവസാനത്തിൽ നമ്മൾ ആളുകൾക്ക് അതിൻ്റെ താക്കോൽദാനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 690 വീടുകളുടെ ഒരു ഇത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഒരു സൂചന എന്നുള്ള നിലക്ക് ഇപ്പോൾ പണി പൂർത്തിയായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ നിന്നൊരു വീട് എന്ന കണക്കിൽ 8 വീടുകളുടെ താക്കോൽദാനം ഈ മെയ് അവസാനം നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം ഒരു വലിയ അംഗീകാരം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചാനൽ 10 പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.